വന്നിട്ടുള്ളത് ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. ഫസ്റ്റത്തെ ടിപ്പിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കറ ഉള്ള 2 കപ്പാണ് കേട്ടോ. പിന്നെ ഉപ്പും വെള്ളവുമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താ വിചാരിച്ചാല് നമ്മൾ കപ്പിലും ഗ്ലാസ്സിലും എല്ലാം കറ ഉണ്ടാവൂലേ, അപ്പൊ ആ കറ എല്ലാം പോക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി നമ്മൾ 2 കപ്പിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ കപ്പിൽ തന്നെ ഇച്ചിരി വെള്ളവും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മളെ കൈയും കൊണ്ട് തന്നെ നമ്മളെ കറുള്ള സ്ഥലത്തെല്ലാം ഈ ഉപ്പും വെള്ളവും വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് കാണാൻ കറെല്ലാം ഇളകി പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് കറ പോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഈ ഗ്ലാസ്സെല്ലാം ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ ഗ്ലാസ് ഇത് അവിടെ കഴുകി എടുത്തിട്ടോ. അപ്പോൾ നേരത്തെ കുറേ കറയെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം ആ കറയെല്ലാം പോയിട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ കറയിലുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈ ഉപ്പും വെള്ളവും ചേർത്തിട്ട് പോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടിപ്സിന് വേണ്ടത് ഉപ്പും തേനുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടിപ്സ് എന്താ വിചാരിച്ചാൽ നമ്മുടെ ഫേസിലെല്ലാം പിമ്പിൾസ് വരുമല്ലേ, അപ്പം അത് പോവാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ. അപ്പം നമ്മൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫേസിൽ തേച്ചാൽ നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ് എല്ലാം അതെല്ലാം പോകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫേസിലെല്ലാം പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടിപ്സിന് വേണ്ടത് ഉപ്പും വെള്ളവുമാണ് കേട്ടോ. ഇതെന്താ വിചാരിച്ചാൽ നമ്മൾ പുതിയ ഡ്രസ്സെല്ലാം വാങ്ങുമ്പോൾ അത് കളർ ഇളകൂലേ, വാഷിംഗ് മെഷീനിലൊക്കെ എല്ലാം ഇടുമ്പോൾ എല്ലാ ഡ്രസ്സിലും കളർ ഇളകൂലേ. അപ്പോൾ അത് കളറ് ഇനി പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോൾ കളർ ഇളകുന്ന ഡ്രസ്സ് കളർ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതിന് ഒരു ബേസിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് 2-3 സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമ്മൾ കളർ ഇളകുന്ന ഡ്രസ്സെല്ലാം ഉണ്ടെങ്കിൽ ഇനി ഈ ഉപ്പിട്ട വെള്ളത്തിലേക്ക് നമ്മൾ കളർ ഇളകുന്ന ഡ്രസ്സെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട വെള്ളത്തിലേക്ക് നമ്മൾ കളർ ഇളകുന്ന ഡ്രസ്സെല്ലാം ഇങ്ങനെ വാഷ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയാണെങ്കിൽ കളർ ഇളകൂല കേട്ടോ. ആദ്യം ഒന്ന് കളർ ഇളകും, പിന്നെ അത് കളർ ഇളകിയേ ഇല്ല കേട്ടോ. അപ്പം നിങ്ങളെ വീട്ടിൽ കളർ ഇളകുന്ന ഡ്രസ്സെല്ലാം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളെ മൂന്നാമത്തെ ടിപ്സിന് വേണ്ടത് ഉപ്പ് മാത്രമാണ് കേട്ടോ. അപ്പം ഈ ടിപ്സ് എന്താ വിചാരിച്ചാൽ നമ്മളെ കഫക്കെട്ട് മാറാനും കഫക്കെട്ട് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം നമ്മളെ ഒരു ബൗളിൽ ഉപ്പ് എടുത്തിട്ട് നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ വെക്കുകയാണെങ്കിൽ നമ്മളെ കഫക്കെട്ട് വരില്ല, പെട്ടെന്ന് കഫക്കെട്ട് മാറും ചെയ്യും കേട്ടോ. അപ്പം കഫക്കെട്ട് ഉള്ളവർക്കല്ല ഈ കിടക്കുന്ന ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കഫക്കെട്ടൊന്നും വരില്ല. അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത എല്ലാ ടിപ്പും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പം ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി